ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയേക്കാൾ സോണിയാഗാന്ധിയേക്കാൾ BJP ഭയപ്പെടുന്നത് കർണാടകയിലെ DK ശിവകുമാറിനെ ആയിരിക്കും. സംശയം വേണ്ട. അതായത് DK ശിവകുമാറിന് ജാമ്യം ലഭിച്ചപ്പോൾ ഏറ്റവും കൂടുതലധികം ഭയപ്പെട്ടത് BJP നേതാക്കളാണ്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അമിത്ഷാ അടങ്ങുന്ന, നരേന്ദ്രമോദി അടങ്ങുന്ന, കർണാടകയിലെ യെദ്യൂരപ്പ അടങ്ങുന്ന BJPയുടെ നേതാക്കളാണ്. കാരണം കർണാടക DKയെ അറസ്റ്റ് ചെയ്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു പൊതുജനങ്ങൾ. ഇപ്പോഴിതാ ഒരു പുതിയ നീക്കം നടത്തുകയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നിലവിൽ DK ശിവകുമാറിന് ലഭിച്ചിരിക്കുന്ന ദില്ലി ഹൈക്കോടതിയുടെ ജാമ്യത്തിന് മുകളിൽ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. അതായത് സുപ്രീം കോടതിയിൽ പോയി ജാമ്യം റദ്ദ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഈ ഒരു റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നുള്ളത്. എത്രത്തോളമാണ് DK ശിവകുമാറിനെ BJP ഭയപ്പെടുന്നു എന്നുള്ളതിന് നേർസാക്ഷ്യമാണ് EDയുടെ ഈ പുതിയ ഇടപെടൽ. അതായത് കേന്ദ്രമന്ത്രി ചിദംബരത്തിൻ്റെ വിഷയത്തിൽ CBI സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ED DK ശിവകുമാറിൻ്റെ വിഷയത്തിൽ ജാമ്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ മുന്നോട്ട് വരുന്നത്. നമുക്കറിയാവുന്ന വിഷയമാണ്. കർണാടകയുടെ തിരഞ്ഞെടുപ്പ് അത് ഡിസംബറിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഡിസംബറിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരുപക്ഷെ വലിയ തിരിച്ചടി BJPക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. കർണാടകയുടെ രാഷ്ട്രീയത്തിൽ BJP സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ചില വിവാദങ്ങൾ, ആ വിവാദങ്ങൾ, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അനുകൂലമായ വികാരത്തിൽ കോൺഗ്രസ് JDS വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ കടന്നു വരുമ്പോൾ DK ശിവകുമാറിൻ്റെ സാന്നിധ്യവും തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും BJPക്ക് മുകളിൽ ഉയർത്തുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് DK ശിവകുമാറിൻ്റെ ജാമ്യം റദ്ദ് ചെയ്തുകൊണ്ട് വീണ്ടും DK ശിവകുമാറിനെ തിഹാറിലേക്ക് അയക്കാനുള്ള EDയുടെ ശ്രമത്തിന് പിന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഗൂഢാലോചന എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊക്കെ വെൽ പ്ലാനായിട്ട് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ DK ശിവകുമാറിനെ പിടിച്ചുകെട്ടാനുള്ള നീക്കമാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.